ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കിഡിലിന് ആപ്ലിക്കേഷനാണ്. ഗണേഷ് കുമാർ സാറ് ഒരു കിഡിലിനൊരു ആപ്ലിക്കേഷൻ നമുക്ക് വേണ്ടി ഇറക്കിയിട്ടുണ്ട്. അതായത് നമുക്ക് വേണ്ടി സ്റ്റുഡൻസിനാണ് ഇത് ഏറ്റവും കൂടുതൽ എളുപ്പം. നമ്മൾ പണ്ടൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ കൺസെഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ സ്കൂളിൽ പോയി ഒപ്പൊക്കെ മേടിച്ച് ഇപ്പം KSRTC ആണെങ്കിൽ KSRTCയിൽ പോയിട്ട് നമ്മളിത് അപേക്ഷ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലേ. ഇനി ഒന്നും ചെയ്യേണ്ട, നമുക്ക് KSRTCൻ്റെ കൺസെഷൻസ് അല്ലെങ്കിൽ നമുക്ക് കൺസെഷൻ ടിക്കറ്റ് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഒരൊറ്റ ഒരു ക്ലിക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ അവസാനം വരെ കാണുക ഇതെങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പം സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോറിൽ കയറി ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. KSRTC കൺസെഷൻ എന്ന് പറഞ്ഞൊന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം ആപ്ലിക്കേഷൻ. അപ്പം നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓൾറെഡി തന്നെ KSRTC കൺസെഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും. ഇതാണ് ജെന്യുവൻ ആപ്ലിക്കേഷൻ. അപ്പം ആപ്ലിക്കേഷൻ ഇങ്ങനെ ലോഗിൻ അല്ല ഹായ് ഗുഡ് ഡേ പ്ലീസ് സൈൻ ഇൻ ടു കണ്ടിന്യൂ. അപ്പം ഇമെയിലും പാസ്വേഡും കിട്ടും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് യൂസർ നെയിം പാസ്വേഡും കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ താഴെ രജിസ്ട്രേഷൻ കൊടുക്കുക. രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ താഴത്തെ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 സെക്ഷൻസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. 2 സെക്ഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ സ്കൂളിൻ്റെ കൺസെഷനാണ്, രണ്ടാമത്തെ നമ്മൾ കോളേജിൻ്റെ കൺസെഷനാണ്. അപ്പം ഏകദേശം സെയിം ആണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റുഡൻറ്റിൻ്റെ ആണെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോ ആദ്യം അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്കത് വായിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഒറ്റ ക്ലിക്കിനാണ് നമുക്കിത് കിട്ടുന്നത്. കാരണം എന്ന് വെച്ചാൽ വേറെ പുറകെ നടന്ന് ആരെയും ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോ കൊടുക്കുക, പിന്നെ ID കാർഡിൻ്റെ ഫോട്ടോ കൊടുക്കുക, നമ്മുടെ സ്കൂളിൻ്റെ ID കാർഡിൻ്റെ ഫോട്ടോ കൊടുക്കുക, പിന്നെ സ്റ്റുഡൻറ്റിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, ജെൻഡർ, ഗാർഡിയൻ നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ, യൂസർ നെയിം, പാസ്വേഡ്. ഇതാണ് നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കേണ്ടത് നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ കൺഫേം പാസ്വേഡ് കൊടുക്കാം. പിന്നെ നമ്മുടെ കറക്റ്റ് നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക. പിന്നെ നമ്മൾ പ്ലേസ്, പോസ്റ്റൽ നെയിം, പിൻകോഡ്, യുവർ ഡിസ്ട്രിക്റ്റ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ആധാർ നമ്പർ, നമ്മൾ സ്റ്റുഡൻ്റാണെങ്കിൽ സ്റ്റുഡൻ്റ് ആധാർ നമ്പർ കൊടുക്കുക. എന്നിട്ട് എന്നെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ആധാറിൻ്റെ ഇമേജ് നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ സെക്ഷൻ ആയതുകൊണ്ട് നമ്മൾ സ്കൂൾ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. CBSE, ICSE, സ്റ്റേറ്റ്. അപ്പോൾ ഏതാണെന്നുള്ളത് നിങ്ങളുടെ സ്റ്റുഡൻറ്റിൻ്റെ അനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. പിന്നെ ഡിസ്ട്രിക്റ്റ്, ക്ലാസ്, ഡിവിഷന്, സ്റ്റുഡൻറ്റ്, റോൾ നമ്പർ. അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ഏതൊരു പാരൻസിനും സിമ്പിളായിട്ട് കൺസെഷൻ എടുക്കാമെന്നേ ഉള്ളൂ കേട്ടോ, സ്റ്റുഡൻസിന് വേണ്ടി. അപ്പോൾ ഇതല്ലെങ്കിൽ സ്റ്റുഡൻസിന് മാത്രം ഇത് വായിച്ച് നോക്കിയാവുന്ന കേസേ ഉള്ളൂ. പിന്നെ റേഷൻ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് റേഷൻ കാർഡ് APL ആണോ BPL ആണോ AY ആണോ ആ ഒരു സെക്ഷൻ കൊടുക്കുക. പിന്നെ റേഷൻ കാർഡ് നമ്പർ കൊടുക്കുക. പിന്നെ റേഷൻ ഇമേജസ്, നമ്മുടെ ഉള്ളിലുള്ള നമുക്ക് ഡീറ്റെയിൽ ഒക്കെ വരുന്നില്ല, ഇപ്പോൾ എല്ലാം അമ്മമാരുടെ പേരിലായിരിക്കും വരുന്നത്. ആ ഒരു സെക്ഷൻ സ്കാൻ ചെയ്ത് ഇതിനകത്തേക്ക് കൊടുക്കാം. പിന്നെ ട്രാവൽ ഡീറ്റെയിൽ, എവിടം തൊട്ട് എവിടം വരെ എന്നുള്ള. പിന്നെ ഡ്യൂറേഷൻ ഓഫ് പാസ്, എത്ര മന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് 3 മന്ത് വരെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നുള്ളത്. അപ്പോൾ നമ്മൾ 3 മന്ത് കൊടുക്കുക. പിന്നെ റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, സ്കൂൾ ലെവൽ ഏത് സെക്ഷൻസ് ആണെങ്കിൽ അത് കൊടുക്കുക. പിന്നെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് എന്നാണ്. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് അപ്ലോഡ് എന്ന് വെച്ചാൽ നമുക്ക് 2 സെക്ഷനായിട്ട് കൊടുക്കാം. ഒന്ന് PDF അല്ലെങ്കിൽ ഇമേജസ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ എന്താ പറഞ്ഞാൽ 500 KB താഴെ ആയിരിക്കണം നമ്മൾ എന്ത് വേണ്ടത്, ഈ ഡോക്യുമെൻ്റ് അപ്ഡേഷൻ വേണ്ടത്. ഈ ഡോക്യുമെൻ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രീവിയസ് കൺസെഷൻ്റെ കാർഡ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്രൂവ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രൂവൽ ഫോം എന്ന് പറഞ്ഞ ഒരു സെക്ഷനുണ്ട്. അപ്പം നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു അപ്രൂവലിൻ്റെ ഒരു ഫോം ഉണ്ടാവും, അത് നമ്മളും ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഡിക്ലറേഷനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് താഴത്തെ 2 ബൈ ഡിക്ലെയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്ത് 2 എണ്ണം നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഓൾറെഡി തന്നെ ഗവൺമെൻറ് എംപ്ലോയീസ് അത് വാല്യുവേഷൻ ചെയ്തിട്ട് കൺഫേം ചെയ്ത് നമുക്ക് തരാം. അപ്പം നമുക്ക് യൂസർ നെയിം പാസ്വേഡും നമുക്ക് ഇടാം. ഇത് തന്നെയാണ് നമ്മൾ കോളേജ് സ്റ്റുഡൻസിന് ശരിക്കും പറഞ്ഞു വരുന്നത്. അപ്പം ഇതൊരു സിമ്പിൾ മെത്തേഡാണ്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ സ്റ്റുഡൻസിന് നിങ്ങൾക്കൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മക്കളുണ്ടാവും, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നവരുണ്ടാവും, അവർക്ക് എല്ലാവർക്കും ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒറ്റൊരു കേസുള്ളൂ. ഏകദേശം അവർ പറഞ്ഞേക്കുന്ന ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 3 ദിവസത്തിനുള്ളിൽ നമുക്കിത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൺഫർമേഷൻ കിട്ടുന്നതാണ്. കിട്ടുമോ ഇല്ലയോ എന്നുള്ള എല്ലാം മെയിൽ ത്രൂ നമുക്ക് അതിൻ്റെ അപ്ഡേഷൻ കിട്ടുന്നതാണ്. ഇതൊരു കിഡിലൻ ചാൻസാണ്. നമ്മൾ ഇത്ര നാളും നമുക്ക് എന്ത് ചെയ്യുക,
കിട്ടുന്ന കൺസെഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പോരായ്മ മാറിയിട്ട് നമുക്കിപ്പോൾ ഒരു സിമ്പിൾ മെത്തേഡിലേക്ക് വന്നിരിക്കുന്നതാണ്. അപ്പം KSRTCൻ്റെ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഓൾറെഡി കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കാം. അപ്പം ഇതേപോലുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കോൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് അതേപോലെ നിങ്ങൾക്ക് ലഭിക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നിടം വരെ ഓക്കെ, ബൈ.